തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ 6 പ്രതികൾ പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു, വിനീത് രാജ്, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. 2 പ്രതികൾ അനന്തു വധക്കേസിൽ ഉൾപ്പെട്ടതിനാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപേക്ഷ നൽകും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വന്ന് ചേർന്നു. പ്രതീഷ്, ഇപ്പോൾ ഈ കേസിൽ ആകെ എത്ര പേരാണ് പിടിയിലായിരിക്കുന്നത്? ഗൂഢാലോചന അടക്കം എത്ര പേർ കൂടി കേസിൽ പിടിയിലാകാനുണ്ട്? ഒപ്പം അനന്തു വധക്കേസിലെ പ്രതികൾ കൂടി ഈ കേസിലുള്ളതിനാൽ ഇവരുടെ ജാമ്യം റദ്ദാക്കാൻ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിന്റെ കൂടി വിശദാംശങ്ങൾ. സുഹൈൽ, കരമന അഖിൽ വധക്കേസിൽ നിലവിൽ 6 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി ഒരാളെ കൂടിയാണ് പോലീസിന് പിടികൂടാനുള്ളത്. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് 4 പേരാണ്. ഈ 4 പേരിൽ 3 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇനി സുമേഷ് എന്ന് പറയുന്ന ഒരു പ്രതി, ആ പ്രതിയാണ് പിടികൂടാനുള്ളത്. ഈ പ്രതിക്കെതിരെ തമിഴ്നാട്ടിലടക്കം പോലീസിന്റെ പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ മുഖ്യപ്രതിയായ അഖിൽ എന്ന അപ്പുവിനെ ഇന്ന് പുലർച്ചെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വിനീത് രാജ് എന്ന് പറയുന്ന പ്രതിയെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഈ 4 സംഘമാണ് കൃത്യം ചെയ്യാനായി എത്തിയത്. ഇതിൽ ഒരാൾ അനീഷ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇന്നോവ കാർ ഓടിച്ച അനീഷിനെ ഇന്നലെ ബാലരാമപുരത്ത് നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. ബാക്കി 3 പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. ഒപ്പം പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയവരുമാണ്. ഇങ്ങനെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ അന്വേഷണം നടക്കുന്നത്. വൈകാതെ ഒരു പ്രതി കൂടി പിടിയിലാകുമെന്നതാണ് പോലീസ് പറയുന്ന കാര്യം. മാത്രമല്ല, നേരത്തെ 2019 അനന്തു വധക്കേസിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇതിലെയും 2 പ്രതികൾ. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രത്തോളം നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു 2019 അനന്തുവിന്റെ കൊലപാതകവും. അതിന്റെ സമാനമായ രീതിയിലാണ് കരമനയിൽ അഖിലിനെയും കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഈ കൂടുതൽ സമയം ജാമ്യത്തിൽ നിന്നാൽ അത് മറ്റ് അപകടങ്ങളിലേക്കും അത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് പോകുന്നത്. നിലവിൽ പിടിയിലുള്ള പ്രതികളുമായി വരും നാളെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് ആലോചിക്കുന്ന കാര്യം. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. സുഹൈൽ. ശരി, കരമന അഖിൽ കൊലക്കേസിൽ ഇതുവരെ 6 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ട 3 പേരും പിടിയിലായിരിക്കുന്നു. ഒരാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.